ഇസ്ലാം നമ്മളുടെ നാടുകളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ ഹബീബിന്റെ സുന്നത്തും ഹബീബിന്റെ ജീവിതചര്യയും സഹാബത്തിന്റെ ചര്യയും പിന്തുടർന്ന് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്നത് സഹാബികളുടെ കാലത്ത് തന്നെ നമ്മളുടെ നാടുകളിൽ എത്തിയിട്ടുണ്ട് എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ്. പക്ഷേ ഇവിടെ മുത്തൻവാദികൾ കടന്നു വരുന്നത് എപ്പോഴാണ്? 1111 ഹിജ്റയില് ജനിച്ച നജ്ദിൽ ജനിച്ച മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ഒരുത്തനുണ്ട്. അവന്റെ പിന്തലമുറക്കാർ നമ്മളുടെ കേരളത്തിൽ ഇത് കൊണ്ടുവരികയാണ്. ഇതിന് ഈ പുത്തൻവാദികൾ എന്ന് പറയുന്ന ഇവര് വഹാബികള് ഇവരുടെ ഈ പ്രസ്ഥാനത്തിന്റെ ഇതിനെ ഉണ്ടാക്കിയവൻ ജനിച്ചത് തന്നെ ഹിജ്റ 1111 ഞാൻ നീട്ടുകയല്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഷാമിലേക്ക് ബറക്കത്തിന് വേണ്ടി നബി തങ്ങൾ ദുആ ചെയ്യുകയാണ്. ഷാമിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ് എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബിനോട് കൂടെയുള്ളവർ ആവശ്യപ്പെട്ടു, നബിയെ നജ്ദിലേക്ക് ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യണം. അപ്പോഴും അല്ലാഹുവിന്റെ ഹബീബ് മടക്കി പറഞ്ഞത് അല്ലാഹുമ്മ ബാരിക് ഫീ ഷാമിനാ, ഷാമിലേക്ക് ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. വീണ്ടും പറഞ്ഞു, നബിയെ നജ്ദിലേക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വീണ്ടും അല്ലാഹുവിന്റെ ഹബീബ് ഷാമിലേക്ക് ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ അവസാനം നജ്ദിലേക്ക് ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് എന്താണ്? ഹുനാക സലാസിലു വൽ ഫിതനു വബിഹാ യത്ലഉ ഖർനു ശൈത്താൻ. നജ്ദ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ് ഫിത്നകൾ പുറപ്പെടുന്നത്, അവിടെ നിന്നാണ് ഫിത്നകൾ പുറപ്പെടുന്നത്, ശൈത്താനിന്റെ കൊമ്പ് ഉദിക്കുന്നത് അവിടെ നിന്നാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പുത്തൻവാദികളുടെ ആ ജനനത്തെ പറ്റി തന്നെ അല്ലാഹുവിന്റെ ഹബീബ് നമ്മളോട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എന്റെ മുഅ്മിനീങ്ങളെ 1111 ജനിച്ച ഇബ്നു അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന മനുഷ്യനാണ് ഇവിടെ പുത്തൻവാദത്തെ കൊണ്ടുവന്നത്. അല്ലെങ്കിൽ ഇവിടെ സുന്നികൾ എന്ന് പറയുന്നവര് വളരെ ഐക്യത്തിലും വളരെ ഒത്തൊരുമയിലും ഹബീബ് തങ്ങൾ കാണിച്ച പാതയിൽ, അതുപോലെ സഹാബികൾ കാണിച്ച പാതയിൽ വളരെ ഒത്തൊരുമയിൽ ഇവിടെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇടയ്ക്കിവിടെ പുത്തൻവാദികൾ കടന്നുകൂടി ഇസ്ലാമിനെ മലീമസമാക്കാൻ വേണ്ടി ശ്രമിച്ചത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ഞാൻ എന്തിനാണ് പറഞ്ഞത്? അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലത്ത് തന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലത്ത് തന്നെ, അല്ലെങ്കിൽ ഹബീബിന്റെ സ്വഹാബത്തിന്റെ കാലത്ത് തന്നെ നമ്മളുടെ നാടുകളിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് നമ്മളുടെ ഈ ഘട്ടമന എന്ന് പറയുന്ന വളരെ ചെറിയ നാട്, ഈ ഉൾപ്രദേശത്ത് നമ്മൾക്ക് അൽഹംദുലില്ലാഹ് 10 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷനിന്റെ ഒരു ശാഖയുണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു. അൽഹംദുലില്ലാഹ് ആ ശാഖയിലൂടെ അത് ഉണ്ടാക്കിയത് മുതൽ ഇന്ന് വരെ അൽഹംദുലില്ലാഹ് നമ്മൾക്ക് 120ഓളം ദിക്ർ മജ്ലിസുകൾ നമ്മൾ മാസങ്ങളിലായി സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. മഹാനായ സയ്യിദുനാ കൂറത്ത് തങ്ങൾ അല്ലാഹു തആല ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. മഹാനവരുകളുടെ ഇജാസത്ത് ബഹുമാനപ്പെട്ട നമ്മളുടെ ഇന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷനായ ഹാജി അബൂബക്കർ മുസ്ലിയാർ അവരുകൾ പോയി വാങ്ങി ആ ഇജാസത്ത് പ്രകാരം നാട്ടിലെ ഓരോരോ വീടുകൾ ഞങ്ങൾക്ക് ആ ദിക്റുകൾ ഇവിടെ മാസാന്തം കൊണ്ടുവരാൻ കഴിഞ്ഞു. അതോടൊപ്പം നമ്മൾക്ക് മഹ്ളറത്തുൽ ബദരിയ നടത്താൻ കഴിഞ്ഞു. അല്ലാഹു സ്വീകരിക്കട്ടെ. അതോടൊപ്പം തന്നെ ഒരുപാട് സാന്ത്വന പ്രവർത്തനങ്ങൾ, റമദാൻ ഫണ്ടുകൾ, അതുപോലെ വിവാഹത്തിനുള്ള ആവശ്യാർത്ഥം ഞങ്ങളോട് ആവശ്യപ്പെട്ടവർക്ക് ഞങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ, അതുപോലെ തന്നെ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് ബാഗ് വിതരണമടക്കം ഒരുപാട് സാന്ത്വന പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് 3 ലക്ഷത്തിലേറെ രൂപയുടെ സാന്ത്വന പ്രവർത്തനങ്ങൾ, റമദാനിൽ കിട്ട് വിതരണമടക്കം ഒരുപാട് സാന്ത്വന പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ നടത്താൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. ഘട്ടമന എന്ന് പറയുമ്പോൾ പഴക്കമുള്ള ഒരു പള്ളി, പണ്ട് തന്നെ ഇവിടെ പള്ളി ഉണ്ടായിരുന്നു. ആ പഴയ പള്ളിയുമുള്ള പഴക്കമുള്ള ഒരു നാടാണ് നമ്മളുടെ നാക്കിറിന്റെ മജ്ലിസ് നടക്കുമ്പോൾ നാളെ മരിച്ചു
മരിച്ച് കബറിൽ കിടക്കുമ്പോ നമ്മളെ ഇവിടെ സ്മരിക്കുന്നവരുണ്ടാകണം, നമ്മളെ ഓർക്കുന്നവരുണ്ടാകണം, നമ്മൾക്ക് വേണ്ടി ദിക്ർ ചൊല്ലുന്നവരൂടെയുണ്ടായവര് പലരും ഇന്നാറടി മണ്ണിലാണ്. നമ്മളുടെ നാട്ടിലെ പള്ളിക്കാട്ടില് നമ്മളുടെ ഉപ്പാപ്പമാര്, അവരുടെ ഉപ്പമാരടക്കം ഒരുപാട് തലമുറ കിടക്കുന്നുണ്ട്. അവരുടെയൊക്കെ നമ്മളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചവരുണ്ട്. നമ്മളുടെ നാട്ടിൽ ആരൊക്കെ മരണപ്പെട്ട് ഖബർസ്ഥാനിൽ കിടക്കുന്നുണ്ടോ കൽബിലേക്ക് മരുന്ന് കൊടുക്കേണ്ടതുണ്ട്. അതാണ് ദിക്റിന്റെ മജ്‌ലിസുകള്, അതാണ് സ്വലാത്തിന്റെ മജ്‌ലിസുകള്. അൽഹംദുലില്ലാഹ്, അത് നമ്മൾക്ക് ഇവിടെ 10 വർഷമായി നടത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞു. നാട്ടുകാരായ എല്ലാവരുടെ സഹായം കൊണ്ട് ഇൻഷാ അല്ലാഹ് അത് മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെ ഇത് നിലനിർത്തി തരുമാറാവട്ടെ. നാളെ നമ്മൾ മരിച്ച് ഇന്നോ നാളെയോ നമ്മൾ ഖബറിൽ കിടക്കേണ്ടവരാണ്. നമ്മൾ മരിച്ച് ഖബറിൽ കിടന്നാൽ നമ്മൾക്ക് വേണ്ടി ഖുർആൻ ഓതുന്ന, ഞങ്ങൾക്ക് വേണ്ടി ദിക്ർ ചൊല്ലുന്ന, ഞങ്ങൾക്ക് വേണ്ടി യാസീൻ ഓതുന്ന, ഞങ്ങളുടെ മേലിൽ സദഖ ചെയ്യുന്ന ഒരു പാരമ്പര്യത്തിന് നീ ഞങ്ങൾക്ക് പകരം നൽകണേ അല്ലാഹ്, നീ പകരം നൽകണേ അല്ലാഹ് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്.